ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ആരെയും കുറ്റം പറയാനോ ആരെയും മോശക്കാരനാക്കാനോ അല്ല. പക്ഷേ എൻ്റെ ഒരു സബ്സ്ക്രൈബർക്കുണ്ടായ ഒരു സങ്കടം, അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന. ഇത് കണ്ടു, ഇവിടെ 2.1 ആംപ്ലിഫയർ ബോർഡ് ഇരിപ്പുണ്ട്. നിങ്ങൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കിക്കോളൂ. ഇത് ഓൺലൈനിൽ വാങ്ങിയ ഒരു ബോർഡും ഇത് നമ്മളിവിടെ വിൽക്കുന്ന ഒരു ബോർഡുമാണ്. രണ്ടും TB21 എന്ന് പറഞ്ഞ ബോർഡാണ് നമ്മുടെ ഇത്. മറ്റേ ബോർഡിന് ഒരു ചെറിയ അക്ഷരം മാത്രം മാറ്റി MT21 എന്നാണ് ഇതിനിട്ടിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് കണ്ട്. ഇതിന് നമുക്ക് കോയിൽ 1, 2, 3, 4, 5, 6 കോയിലുണ്ട്. ഇത് പെൻഡ്രൈവ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സിനുണ്ട്, പിന്നെ 2 DC ഇൻപുട്ടുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് DC ഇന് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. പക്ഷേ ഇതിന് ശ്രദ്ധിച്ചോ, ഇതിൻ്റെ കപ്പാസിറ്റർ ഇതിൻ്റെ നേർ പകുതിയേ ഉള്ളൂ, ഒരു DC ഇൻപുട്ടേ ഉള്ളൂ. ഇവിടെ കോയിലേ ഇല്ല, യാതൊരു കോയിലും ഇല്ലാതെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പഞ്ച് കിട്ടത്തില്ല. ഈ സാധനത്തിനും തമ്മിൽ 200 രൂപയുടെ വില വ്യത്യാസമേ ഉള്ളൂ, 200 രൂപയുടെ വില വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ ഇത് ഭയങ്കര ലാഭമാണെന്ന് ഓർത്ത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോഴും വളരെ പഠിച്ചിട്ട് വേണം വാങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി ഫീൽ ചെയ്ത് ഉത്തരവാദിത്തമുള്ള ആൾക്കാരുടെ നിന്ന് വാങ്ങണം. ഞാൻ ഈ സാധനം എനിക്കും അറിയാം, പക്ഷേ ഈ സാധനത്തിന് ഈ പറയുന്ന വിലയൊന്നുമില്ല. പക്ഷേ ഈ സാധനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇദ്ദേഹം ഇത് വാങ്ങിയത്. മനസ്സിലാകുന്നുണ്ട്? അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അപ്പം ഈ കാര്യം ഞാനൊന്ന് ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ. ഈ TB21 എന്ന് പറഞ്ഞ് വരുന്ന എല്ലാ ബോർഡും ഒന്നല്ല, ഓരോ ബോർഡുകൾക്കും വ്യത്യാസമുണ്ട്. അവിടെയെങ്കിലും 10, 200, 300 വില കുറച്ച് കാണുന്നെന്ന് പറഞ്ഞ് നമ്മൾ പോയി വാങ്ങരുത്. വാങ്ങിയാൽ മുഴുവൻ പൈസയും പോവും. ഇതിൻ്റെ അകത്ത് രസം ഇതല്ല. ഇപ്പം ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സാറ് എന്നെ പരിചയമില്ലായിരുന്നു. ഒരു പവർ സപ്ലൈ ഇവിടെ ഉണ്ട്, ഒരു 24 വോൾട്ട് പവർ സപ്ലൈ ഉണ്ടാക്കി. ഈ 24 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തിട്ട് ഈ സാധനത്തിന് ഔട്ട്പുട്ടില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ സാധനത്തിൻ്റെ അവിടെ തന്നെ എന്നതാ ഉള്ളതെന്ന് തന്നെ ഇപ്പോൾ അയച്ചു നോക്കേണ്ടിയിരിക്കും. ഹീറ്റ് സിങ്കൊക്കെ പകുതിയേ ഉള്ളൂ. ഒരു ഐസി മാത്രം വെച്ചാലും കിട്ടും, പക്ഷേ കോയിലില്ല, പഞ്ചുണ്ടാവില്ല. ഇതുണ്ട്, ഈ ബോർഡ് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയോ കാണാം. ഈ ബോർഡ് 2 ബോർഡുകൂടെ ഞാൻ ഒന്നിച്ച് പിടിക്കാം. അപ്പോൾ അതിൻ്റെ വലുപ്പ വ്യത്യാസവും ഓരോ സാധനങ്ങളുടെയും വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാവും. 200 രൂപ ഇതിന് കൂടുതലുള്ളൂ, ഇതിന് 200 രൂപയെ കുറവുള്ളൂ. ഇത് വർക്കിങ്ങും അല്ല, ഇത് അടിപൊളി വർക്കിങ്ങുമാണ്. അപ്പം ഈ TB21 എന്ന് പറഞ്ഞ ഈ ബോർഡ്, ഇത് ഞാനിവിടെ വിൽക്കുന്ന ബോർഡാണ്. ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ZK-MT21 എന്ന് പറഞ്ഞൊരു ബോർഡ് ഒരു കസ്റ്റമർ മേടിച്ചു. ചേട്ടൻ എവിടെ നിന്ന് മേടിച്ചത്? ഞാൻ ഓൺലൈനിൽ മേടിച്ചത്. ഏതാ, ഫ്ലിപ്കാർട്ടോ ആമസോണോ? ഫ്ലിപ്കാർട്ടിൽ നിന്നല്ലേ? ഇത് മേടിച്ചിട്ട് വർക്ക് ചെയ്തേ ഇല്ലേ? വർക്ക് ചെയ്തില്ല. ഞാൻ കണക്ഷൻ കൊടുത്തപ്പോഴേക്ക് സ്പീക്കറിലോട്ട് പോകുന്നില്ല. ഓ, സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നില്ല. സാറിനോട് തന്നെയാണ് ഞാൻ ഈ അഡാപ്റ്റർ പോയത്. ഉത്തരാടത്തിനൊന്ന് കൊണ്ടുപോയതാ. പാട്ട് കേൾക്കാൻ നേരത്തെ ആഗ്രഹത്തിൽ കൊണ്ടുപോയി. ഇപ്പതാ അവിടെ ചെന്ന് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ട് സ്പീക്കറെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പം റിട്ടേൺ ഓപ്ഷൻ ഉള്ള സാധനം അല്ലായിരുന്നോ? അതെ, ഞാൻ അയച്ചിട്ട് അന്നേരം എനിക്കറിയത്തില്ല, വേറെ എൻ്റെ മോനെ കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചത്. പക്ഷേ അതെല്ലാം സക്സസ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ മെസ്സേജ് വന്നു റിജക്റ്റ് ആയെന്നും പറഞ്ഞു. പിന്നെ എനിക്ക് പൈസ അവർ തിരിച്ചെടുത്തുമില്ല. എത്ര രൂപയ്ക്ക് ഇത് മേടിച്ചേ? 1800 ചില്ലാനും രൂപ. 1800 ചില്ലാനും രൂപയായി. ഓക്കെ. എന്നിട്ട് ഈ സാധനം വർക്ക് ചെയ്തുമില്ല. ശരിക്കും ഇതാന്നോർത്തായിരിക്കും സാറ് വാങ്ങിയത്. സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ വീഡിയോ കണ്ടേ, എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച സാധനവും ഈ സാധനവും തമ്മിൽ ആനയാടും പോലത്തെ വ്യത്യാസമാണ്. അവിടെയാണ് അതിനകത്ത് പ്രശ്നം. വ്യത്യാസം മനസ്സിലായത്. ഇതിനകത്ത് ഇവിടെ കോയിലില്ല. ഇതിന്റെ വ്യത്യാസങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇനിയാണെങ്കിലും നിങ്ങൾ ചതിക്കുഴികളിൽ പോയി വീഴരുത്, അബദ്ധത്തിൽ പോയി വരും. നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ നിന്ന് വാങ്ങുക. ഓൺലൈനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല. നിങ്ങൾ നോക്കി മേടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവർ വിൽക്കാനിരിക്കുന്നത് അവരുടെ പരിപാടി. ഇത്ര ഓർത്താൽ മതി. താങ്ക് യു. ഇപ്പോൾ ഈ 2 ബോർഡുകൾ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്താൽ ഇത് 1, 2, 3, 4, 5 1, 2, 3, 4, 5 കൺട്രോൾസ് ഉണ്ട്. അതെല്ലാം കറക്റ്റാണ്, അത് ശരിയാണ്. കപ്പാസിറ്റർ എടുത്ത് മെയിൻ ഫിൽറ്റർ ഇതിന് 35 വോൾട്ട് 1000 ആണെങ്കിൽ ഇതിന് 10000. അതിൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ള കപ്പാസിറ്ററാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലത്തെ കപ്പാസിറ്റർ സെയിം ആണ്. ഈ 4 ഐസിയും സെയിം ആണ്. 1, 2, 3, 4 ഫിൽറ്ററിങ്ങിനും എല്ലാം ഉള്ള IC സെയിം ആണ്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഇതിൻ്റെ ഇവിടെയാണ്, ഇതിൻ്റെ ബ്ലൂടൂത്ത് ഇവിടെയാണ്. അതൊന്നും കുഴപ്പമില്ല. ഇത് 1, 2, 3, 4, 5, 6 കോയിലുകൾ നമുക്കിവിടെ ഉണ്ട്. ഈ കോയിലുണ്ടെങ്കിലേ ബാസ് കിട്ടുള്ളൂ. ഇതിന് 6 കോയിൽ പോയിട്ട് 1 കോയിൽ പോലും വെക്കാതെ
നേരെ IC ഔട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഇത് വർക്ക് ചെയ്യാതെ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ഔട്ട്പുട്ടില്ല. ഇത് ബാക്ക് ബസ് ഇത് 6800 MFDയുടെ കപ്പാസിറ്ററാണ്. ഇതിന് 2 EC ഓപ്ഷൻസ് ഉണ്ട്, 2 DC ഇൻപുട്ട് ഉണ്ട്. ഇതിന് ഒറ്റ DC ഇൻപുട്ടേ ഉള്ളൂ. അപ്പം ഈ ഹിറ്റായ TB21 എന്ന് പറഞ്ഞ ഈ സാധനത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ആൾക്കാർ ഇത് വാങ്ങുന്നതെങ്കിൽ ഇത് പെർഫോമൻസ് ഇല്ലെന്ന് മാത്രമല്ല ഇതിന് ഔട്ട്പുട്ട് പോലും വരുന്നില്ലെന്നുള്ള ദുഃഖകരമായ കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എന്ത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിരിക്കുക. അല്ലെ പൈസ പോവും, തിരിച്ചു കൊടുക്കാനോ അവിടെ ചെന്നൊരു ബഹളം പോലും വെക്കാൻ പറ്റില്ല. ഇത് കണ്ട് ഇതിൻ്റെ ഇത് 3300 ഉള്ള ഈ കപ്പാസിറ്റർ. ഇതിൻ്റെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 6800 ഉണ്ട്. ഈ PCBയുടെ തന്നെ ഒരു ഫിനിഷിങ് വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ നോബൊക്കെ ഇതിനുള്ളതാണ് കേട്ടോ. നോബൊക്കെ ഇതിനുള്ള ഇത്ര നോബുണ്ട്. ഈ സ്ക്രൂ ഡ്രൈവറുണ്ട്. ഇതാണ് അതിൻ്റെ നോബ്. പിന്നെ 2 DC ഇൻപുട്ടുണ്ട്. പിന്നെ കവറും എല്ലാം ഇതിനുള്ള. ഞാനത് ഫിറ്റ് ചെയ്തില്ലെന്നുള്ളൂ, അറിയാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഈ ഒറിജിനൽ TB21 ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കൈവശമുണ്ട്, ഞാൻ കൊറിയർ അയച്ചു തരാം. സാറേ ഈ ആ സെറ്റ് ഓണാവുമോ? പാട്ട് കേൾക്കുമോ? ഇത് ഓണായി നീല ലൈറ്റ് നിൽപ്പുണ്ട്. നമുക്ക് സ്പീക്കർ ഞാൻ കൊടുത്തിരിക്കുവാണ്. ഒരു കുഞ്ഞ് സ്പീക്കർ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളത് ഇതാക്കി നോക്കുവാണ്, അതായത് കണക്ട് ചെയ്യണമല്ലോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ഇത് വന്നു. അത് ഞാൻ കണക്ട് ചെയ്യുവാണ്. കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ കണക്റ്റഡെന്ന് വന്നു. വോളിയം ഫുള്ളാണ്. വോളിയം ഫുള്ള്, എല്ലാം ഫുള്ളിട്ടിരിക്കുക. ഇനി ഒന്നും കുറവ് വരണം. ഇനി പാട്ട് പാടുമെന്ന് നോക്കിയാൽ മതി. ഒരനക്കമില്ല. ഇതാണ് ഞാൻ ബ്ലൂടൂത്തിൽ നിന്ന് പാട്ടിട്ടിരിക്കുകയാണ്, യൂട്യൂബിൽ നിന്ന് പാട്ടിട്ടിരിക്കുകയാണ്. യാതൊന്നും കേൾക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി നമ്മുടെ സാധനം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ നിർത്താം. സപ്ലൈ ഊരുന്നു. ഇത് കണ്ട് ഇതിന് ഒറ്റ സപ്ലൈ ഉള്ളൂ. നമ്മുടെ സെറ്റിന് ഇങ്ങനെ 2 സപ്ലൈ കൊടുക്കാം. നമ്മുടെ ഇതിന് ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. ഇതും കൊടുക്കാം. ഡബിളാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഈ സൈഡ് പോസിറ്റീവ്. ഞാൻ ഊഫറല്ല, ഒരു സ്പീക്കർ കൊടുക്കാം. ഒരു കുഞ്ഞ് സ്പീക്കർ ഇവിടെ ഒരു 3 ഇഞ്ച്. ഇതുണ്ടോ, പണ്ടത്തെ അക്കായിയുടെ സ്പീക്കർ. അക്കായിയുടെ സ്പീക്കർ പറഞ്ഞാൽ പഴയത് ഞങ്ങൾ ചെക്ക് ചെയ്യാനിവിടെ വെച്ചിരിക്കുന്ന അതേലൊന്ന് കൊടുത്ത് കേൾപ്പിക്കുക, അതിൻ്റെ ക്വാളിറ്റി എന്നാന്നുള്ളത്. ഇതിപ്പം എന്നാ ചെയ്യാൻ പറ്റും? ഇത് കൂട്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യാം. ആംപ്ലിഫയറിലോട്ടുള്ള മിക്കവാറും IC പോയതായിരിക്കും. അതൊക്കെ SMD ആയതുകൊണ്ട് മാറാനൊക്കെ പാടാം. എപ്പോഴും നമ്മൾ ലൈവായിട്ട് ഡെമോ ചെയ്ത് മേടിക്കുന്നതെന്നല്ല. ഇപ്പം നമ്മളിവിടെ ഒരു അയക്കുകയാണെങ്കിലും, ഞാൻ ഈ ബോർഡ് അയക്കുകയാണെങ്കിലും ഞാനിവിടെ ചെക്ക് ചെയ്ത് പാട്ട് കേട്ടിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്ന ഒരാൾക്ക്. കാരണം ഒരു ബുദ്ധിമുട്ട് വരാം. പക്ഷേ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നമ്മളെപ്പോഴും ബെസ്റ്റ് വിശ്വസിക്കാവുന്ന ബയറുടെ നിന്ന് മേടിക്കും. ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 100 കണക്കിന് ഇഷ്ടം പോലെ പൈസ പോയി. ഇഷ്ടം പോലെ നമ്മൾ അയക്കുന്ന, ഡെയിലി അയക്കുന്ന. കണ്ടോ, ഒരു ശബ്ദം കേട്ടോ നിങ്ങൾ? കേട്ടോ, ഓണായെന്നുള്ളതിൻ്റെ ശബ്ദമാണ് 3 പ്രാവശ്യം. ഒന്നുകൂടെ ഞാൻ വേണേ ഒന്ന് കേൾപ്പിക്കാം. എനിക്ക് ജീവനുണ്ട്, ശബ്ദമുണ്ടെന്നാണ് ഇത് കേൾപ്പിക്കുന്നത്. ചിലയിടത്തൊക്കെ വലിയ അനൗൺസ്മെൻ്റ് അല്ലേ, ഇത് അനൗൺസ്മെൻ്റ് ഒന്നുമില്ല, സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. ശബ്ദം കേൾക്കുന്നതിന് എന്തോ സുഖമാണ്. അതെ, ചില ഐഫോണിൻ്റെ ബില്ല് പോലെ. അതെ, നല്ല സ്മൂത്താണ്. പിന്നെ ഇത് ഞാൻ പെയർ ചെയ്തതിൻ്റെ ബ്ലൂടൂത്തിലാണ് ഇത് നിൽക്കുന്നത്. ബ്ലൂടൂത്തിൽ നമ്മളൊന്ന് പെയർ ചെയ്ത് പ്ലേ ചെയ്യാം. കേട്ടല്ലോ, ഈ ഒരു കുഞ്ഞ് 3 ഇഞ്ച് സ്പീക്കർ കാണും. 4 ഇഞ്ച് ഉണ്ടോന്ന്, 3 ഇഞ്ച് സ്പീക്കർ
ചെറിയൊരു ഹോം തിയേറ്ററിൻ്റെ അക്കായുടെ പഴയ ഹോം തിയേറ്ററിൻ്റെ ഒരു സ്പീക്കറാണ്, കേട്ടല്ലോ. വിട്ട് കേൾപ്പിക്കുന്നത് എന്നാണെന്നറിയാമല്ലോ. ഒന്ന് കോപ്പിറൈറ്റ്, ഒന്ന് എൻ്റെ സ്പീക്കർ കത്തിപ്പോവും, അത്രയും പവറുണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ബോർഡ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് മേടിക്കുക, കാശ് കളയാതിരിക്കുക. എന്ത് സാധനവും പൈസ അധ്വാനിച്ചുണ്ടാക്കുന്നതാണല്ലോ, ആരുടെ ആണേലും. ഞാൻ ഈ 2 ബോർഡിൻ്റെയും ഐസികൾ കാണിക്കാൻ പോവാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാണ് ഈ നമ്മൾ ഓൺലൈനിൽ വരുത്തി പോയ ഐസി. ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്തിരിക്കുന്ന കുഞ്ഞ് ഐസി. ഈ ഐസി നിങ്ങൾക്ക് കാണാമെങ്കിൽ നല്ലപോലെ ഒന്ന് കാണിച്ചു. ഒരു ഹീറ്റ് സിങ്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഹീറ്റ് സിങ്കിന് ഒരു ഇച്ചിരി പശ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് ഇത്. ഇനി നമ്മുടെ ബോർഡിലെ ഐസി കാണിക്കാം. ഇത് നമ്മൾ മറ്റേ ബെഡ് ടൈപ്പ് മറ്റേ ഹീറ്റ് സിങ്ക് വെച്ചിട്ട് ഇതുണ്ട്. ഐസിയുടെ വ്യത്യാസം കണ്ടോ, ഐസിയുടെ വലിപ്പം കണ്ടോ, അതിൻ്റെ ഇരട്ടിക്ക് മേളിൽ വലിപ്പമുള്ള. ഇത് സോണിയുടെയൊക്കെ ഹോം തിയേറ്ററിൽ വരുന്ന ഒറിജിനലായിട്ടുള്ള ഐസിയാണിത്. ഇതാണ് ഒറിജിനൽ ഐസി. ഈ ഐസി USA നിന്ന് വരുന്ന ഐസിയാണ്. ഈ ഐസി വെച്ചുള്ള ബോർഡുകൾ വേണം, ക്ലാരിറ്റി ഉണ്ട്. ഇത് സോണിയുടെ 1000 വാട്ട്സ് ആംപ്ലിഫയർ ഉള്ള ഹോം തിയേറ്ററിലൊക്കെ ഈ ഐസിയാണ് വരുന്നത്. ഈ ഐസി കണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇത് ശുദ്ധ തട്ടിപ്പാണ്. വില കുറഞ്ഞ ചള്ള് സാധനം മറ്റേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പേര് വിട്ട് മനുഷ്യനെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നിടത്തു നിന്നെല്ലാം ചാടിക്കയറി ആംപ്ലിഫയർ ബോർഡ് മേടിക്കരുത്. എന്നിട്ട് ഡി ക്ലാസ് ആംപ്ലിഫയർ കൊള്ളത്തില്ല, അതിന് ഈ പറയുന്ന പെർഫോമൻസ് ഇല്ല. ചിലർ ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ഞാനും ഒരെണ്ണം വാങ്ങിയിരുന്നു, വാങ്ങിയതിന് ശേഷം അതിന് പെർഫോമൻസ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ചാത്ത സാധനം മേടിച്ചിട്ട് പെർഫോമൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐസി തന്നെ മാറ്റം. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇത് ശരിക്കും CA 3169B എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി പെർഫോമൻസാണ്. ഇതിനതിലും വില കുറവാണ്. പറഞ്ഞ ഒരു ഇതായില്ല. ഇത് നല്ല സൂപ്പർ സാധനം. എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെറ്റ് ഇതാണ്. നല്ല വർക്കിംഗ്. ഇതിൻ്റെ ഹീറ്റ് സിങ്കൊക്കെ നിങ്ങൾ കണ്ടോ, ഇതേ ഐസിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ആ ഉപയോഗിച്ചിരിക്കുന്ന ഐസിയാണ് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് തരുന്നത്. അപ്പം ഇത് രണ്ടും നിങ്ങൾ കണ്ടല്ലോ. വില എങ്ങനെയാണ് 100-200 രൂപ, ശരിക്കും 200 രൂപ വില വ്യത്യാസമുള്ള ഈ സാധനത്തിന് ഇതിനൊരു 1000 രൂപ വില വ്യത്യാസം വരേണ്ട അത്രയും ചാത്തൻ സാധനം. ഇതിൻ്റെ ചേട്ടൻ കണ്ടോ, ഇതിൻ്റെ ഐസി കത്തിയിരിക്കുക, പെട്ടെന്ന് കത്തിപ്പോയി. ഇതുകൊണ്ട് ഈ 2 സാധനം ഇവിടെ കത്തിയിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ സാധനം കുട്ടികൾക്ക് കളിക്കാൻ പോലും കൊടുത്തേക്കല്ല, കുഴിയെടുത്ത് മൂടുക, അത്രേ ഉള്ളൂ സംഭവം. ഒന്ന് ഇതിൻ്റെ വേറെ സാധനം. അതിന് പക്ഷേ കവറില്ല. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ആക്കിയാൽ മതി. അതിനും 2000 സെയിം വരേ ഉള്ളൂ. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ് അത്. പക്ഷെ പെൻഡ്രൈവ് ഇല്ല അതിന്. അതിന് അസാധ്യ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഇരട്ടി ക്വാളിറ്റി. സാരമില്ല, 2000 രൂപ ഒപ്പിച്ചോണ്ട് പോരാ, നമുക്ക് ഒരെണ്ണം തന്നേക്കാം. തരാന്നേ, ഇത് മുറുക്കി തന്നേക്കാവേ. 1000 രൂപ മേടിച്ചു. എനിക്ക് കാശുള്ളപ്പോൾ മേടിച്ചു, അല്ല ചിലവായി പോകുന്നു. മറ്റേതും കൂടെ ഞാൻ വെച്ച് കേൾപ്പിക്കാം. അതിലിഷ്ടമുള്ളത് എടുത്തു. രണ്ടുപേരും ഒരേ പവറും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നി. അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നി. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അതെ, ബാസ് ഇഷ്ടമുള്ളവരുണ്ട്, ട്രിപ്പിൾ ഇഷ്ടമുള്ളവരുണ്ട്. ഓക്കെ, ഞാനിതെല്ലാം തിരിച്ചു പിടിപ്പിച്ച് കൊടുത്തേക്കട്ടെ. കാശ് ആരുടെ പോയാലും പോയതില്ല. നമുക്കൊരു ആഗ്രഹത്തിൽ മേടിച്ചിട്ട് അത് വർക്ക് ചെയ്യാൻ വരുമ്പോൾ കുട്ടിയെ ബാറ്ററി വരെ ഞാൻ പിന്നെ ചേർത്ത് വെച്ച് ഞങ്ങൾ ബാറ്ററിയൊക്കെ അന്ന് കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് വെച്ച് കേട്ട് അങ്ങനെയൊക്കെ. പിന്നെ പഴയ വെട്ടേപ്പില്ലേ, അത് ഒക്കെ വെച്ച് ബാറ്ററിയൊക്കെ ഇങ്ങനെ പേപ്പറിൽ ചുറ്റി വെച്ചിട്ട് ഇതൊക്കെ പാട്ട് കേട്ടെ. റേഡിയോയ്ക്ക് ഏരിയയിൽ കിട്ടാനായിട്ട് കമ്പി വലിച്ച് കിട്ടില്ല, അങ്ങനെ വീടിനെ മണ്ടേ വലിച്ച് കെട്ടി അങ്ങനെ കേട്ട പ്രാന്ത. ഇവിടെ പാട്ട് കേൾക്കാൻ സ്റ്റേപ്പില്ലാണ്ട് അടുത്ത ചായക്കടയിൽ പോയിരുന്നെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് കയറ്റുമായിരുന്നു. ഈ സ്പീക്കർ ഏതൊക്കെയാ കയ്യിലുള്ള സ്പീക്കർ? ചെറിയ മറ്റേ ബ്ലൂടൂത്തിന്റെ മറ്റേ ഇതില്ലേ, ഹോം തിയേറ്ററിന്റെ ചെറിയ സ്പീക്കറായിരുന്നു. ഉണ്ട്. അല്ല, ഇപ്പൊ നമുക്ക് ഏതൊക്കെ സ്പീക്കറാണ് ഇതേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പീക്കർ ഏതൊക്കെയാ? നമ്മുടെ ബ്ലൂടൂത്ത് അല്ല, മറ്റേ ഹോം തിയേറ്ററിന്റെ ചെറിയ സ്പീക്കറില്ലേ, എത്ര ഓംസിന്റെ?
ഓംസ് കേൾക്കുന്ന എനിക്കറിയില്ല. സബൂഫറോ? സബ്ബൂഫറൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ മേടിക്കണം നമുക്ക് ഓർത്ത്. അത് ഞാൻ വീട്ടിൽ കൊണ്ട് ആദ്യം ഒന്ന് കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞിട്ട് വേണ്ട വാക്ക് ചെയ്യാൻ. ഓക്കെ ഓക്കെ. അതിൻ്റെ കൂടും ഇതാണ് കൂട്. MRP ഒക്കെ എഴുതിയിരിക്കുന്നുണ്ട്, ഞെട്ടിപ്പോവില്ലോ. 3999 രൂപ. എന്നിട്ട് അത് 2000 രൂപയ്ക്ക് ഡിസ്കൗണ്ടിൽ തരുന്നു, പകുതി ഡിസ്കൗണ്ട്, 50% ഓഫർ. ഇതാണ് ഓഫറിൻ്റെ എല്ലാം കഥ. കൊള്ളാം, നല്ല കഥ. 50% അല്ല, 100% ഓഫറായി. 3999 1890 കിട്ടിക്കഴിഞ്ഞാൽ 100% മേളിൽ 110% ഓഫർ. അടിപൊളി അടിപൊളി അടിപൊളി. എൻ്റെ മലയാളി സുഹൃത്തുക്കളെ, ബുദ്ധിമാന്മാരെ, വിദ്യാഭ്യാസം ഉള്ളവന്മാരെ, ഇനിയെങ്കിലും ഇത് കൂട്ടി ചതിക്കുഴി പോയി വീഴാതിരിക്കും. ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചുമ്മാ തരത്തില്ല. ആരും നിങ്ങൾക്ക് ഒരു സാധനം 1 രൂപ ചെയ്യത്തില്ല. എല്ലാ ബിസിനസ്സുകാരും എല്ലാവന്മാരും ചെയ്യുന്നത് ബിസിനസ്സാണ്. അവർക്ക് പൈസ ഉണ്ടാക്കാനാണ്, അവർ നന്നാകാനാണ്, അല്ല നിങ്ങളെ നന്നാക്കാനല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഞാനും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ കൂടെ നന്നാകണമെന്ന് ഇച്ചിരി നിർബന്ധമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെ പറ്റിച്ച് 100% പൈസയും നിങ്ങളെ നിന്ന് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അങ്ങനെ വേണ്ടതാണ്. പറഞ്ഞ മനസ്സിലായോ? ഇതുകൊണ്ട് ഫോൺ കാരണമാണ്. നിർത്തട്ടെ. ഓക്കെ. ഇപ്പോഴത്തെ മാഗ്നറ്റ് ഓക്കെ പിടിക്കണ്ട. അപ്പം CA 3169B എന്ന് പറഞ്ഞ് 2.1 ആണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ്. പക്ഷേ നല്ല പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു 2.1 ആണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ നിങ്ങൾ കണ്ടോ, എന്നാ ഉഗ്രം കപ്പാസിറ്ററാണ്. 6800 UF 35 വോൾട്ട് കപ്പാസിറ്റർ. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് കണ്ടോ, CA 3169 3 സ്ക്രൂ ഇട്ടാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതും കപ്പാസിറ്റർ ഇത് ഞാൻ എന്നാ വന്നാലും അതും കൂടെ ഒന്ന് തുറന്നു നോക്കാൻ പോകാം. അതിൻ്റെ IC ഏതാണെന്നൊന്ന് കണ്ടേക്കാം. പറ്റിപ്പാണോന്ന് അറിയണ്ട എല്ലാവരും. പിന്നെ ഹീറ്റ് സിങ്ക് മതിയില്ല കാണാൻ. എന്നെ മനോഹരമാണ്. ഇതും നമ്മളൊന്ന് അഴിച്ചു നോക്കാൻ പോവാണ്, ഇതിൻ്റെ IC ഏതാണെന്നുള്ളത്. അതിൻ്റെ ഒത്തിരി സാധനം ഇപ്പം എടുക്കണ്ട, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരാം. IC തന്നെ നല്ല പവർ കൂടിയ TPA 3116 എന്ന് പറഞ്ഞ IC തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. കണ്ടല്ലോ ഇത്. അതായത് ആ ICയുടെ മണ്ട ഹീറ്റ് സിങ്ക് ഉണ്ട് കണ്ടോ, ഒരു ഹീറ്റ് സിങ്ക് ഈ ICയുടെ മണ്ടയിലുണ്ട്. TPA 3116 ഒറിജിനൽ IC ഇതാണ്, മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് IC ആണ്. കണ്ടല്ലോ, 1 2 3 4 5 6 കോയിലും ഉണ്ട് ഇതിന്. മറ്റേ പോലെ 1 2 3 4 IC ഉണ്ട്, കൂടാതെ ഒരു കോയിലും കൂടെ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വോളിയം കൺട്രോള്, ബാസ്, ടൂള് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങ് മുറുക്കിയേക്കാം. ഹീറ്റ് സിങ്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹീറ്റ് സിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, നല്ല കിടുക്കാച്ചി ഹീറ്റ് സിങ്ക്. ഇതേ കാണിച്ചിരിക്കുന്നത് 12 വോൾട്ട് ടു 24 വോൾട്ട് വരെ കൊടുക്കാം. 12 വോൾട്ട് കൊടുത്താലും മതി, 24 വോൾട്ട് വരെ കൊടുക്കാം മാക്സിമം പെർഫോമൻസിന്. പിന്നെ നമുക്ക് വേണ്ടത് 4 ഓംസിൻ്റെ 2 സ്പീക്കർ, പിന്നെ 3 to 4 3 or 4 ഓംസ് ഉള്ള ഒരു സബ് വൂഫറും. ഇത്രയും സാധനത്തെ വേണം ഇത് കൊടുക്കാൻ. പിന്നെ തൽക്കാലം വോളിയം ഒക്കെ കുറച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഇല്ല, ഒത്തിരി വോളിയം കൂട്ടി കൊടുക്കല്ല, നല്ല പവർ ഉള്ളതാണ്. നമുക്കത് സാധനം അടിച്ചു പോകും. ചിലപ്പോൾ സ്പീക്കർ കത്തിപ്പോവാം, ഇതും കത്തിപ്പോവാം. സ്പീക്കർ എപ്പോഴും നല്ല ഓംസിലുള്ള 4 ഓംസ് ഉള്ള ഒരു 50 വാട്ട്സിൽ കുറയാത്ത നല്ലൊരു സ്പീക്കർ. ഈ പറയുന്ന 2 സ്പീക്കറും പിന്നെ സബ് വൂഫറും കൂടി ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്നാ വില വരും സാറേ? അത് നമുക്ക് നോക്കാവേ.
ഓരോന്നും അതിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരുവേ. സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ വാട്സോ അല്ലെങ്കിൽ ഈ ഓംസ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു വ്യത്യാസതയാണ് ഉണ്ടല്ലേ? ഓംസും നോക്കണം, വാട്സും നോക്കണം. ഓംസ് 4 ഓംസ് ആയിരിക്കണം. പിന്നെ വാട്സ് ഞാൻ ഇതിന് പറ്റുന്ന ഒരു സ്പീക്കർ ബോക്സ് ചെയ്യാനിരിക്കുക. കാരണം ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു സബ്വൂഫറും ഒരു 2 സ്പീക്കറും കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർ വേറെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അപ്പോൾ പറ്റിയ നല്ല സ്പീക്കറുകൾ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക, ഏത് കമ്പനിയുടെയാണ് നല്ലത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാനൊരു ബോക്സ് ഉണ്ടാക്കാനിരിക്കുക. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, സമയം കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ, അപ്പം ഇതൊരു വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാശ് മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ഇതുണ്ടെങ്കിൽ, ഡപ്പയുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ഡപ്പയുണ്ടെങ്കിൽ ആ പെട്ടിക്കകത്താക്കിയിട്ട് 4-5 തുളയിടുക. തുളയിട്ടിട്ട് അതേലോട്ട് ഇതെങ്ങനെ മുറുക്കുക. ഇതാണ് ഞാനിപ്പം മുറുക്കി തന്നേക്കാം. ഇതതിൻ്റെ നെറ്റ് ബോൾട്ട്. ഇതിങ്ങനെ ഇട്ട് മുറുക്കുക. മുറുക്കിയിട്ട് പുറത്ത് നോബൂടെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതേ വലുപ്പമുള്ളത് ഈ നാടാറുടെ കടയിൽ ചെന്ന പ്ലാസ്റ്റിക് ബോക്സ് കിട്ടും, അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ് മേടിച്ച് അതിനകത്ത് ഇലക്ട്രിക് കടയിൽ മറ്റേ ബോക്സ് ഇല്ലേ, അതാണേലും മതി. ഞാൻ ഒരാളെ കണ്ട് ഇതുപോലുള്ള സാധനം, അത് യൂട്യൂബിൽ ഞാൻ കണ്ട് ഇതുപോലെ സാധനം മറ്റേ ബോക്സ് ഇല്ലേ, നമ്മുടെ 4x4 അത് മേടിച്ച് അതിനകത്തോട്ട് അളവിൽ തുള ഇട്ടിട്ട് കണ്ടു. അതിലും രസമുണ്ട്. ഈ പ്ലാസ്റ്റിക് ബോക്സ് മേടിക്കാമെങ്കിൽ ട്രാൻസ്പെറന്റാ, അതിനകത്ത് ഇരിക്കുവാണെങ്കിൽ നല്ല കാണാൻ നല്ല ശൈല, ഇങ്ങനെ കാണാം. മറ്റേ കാണത്തില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച ബോക്സ് ഇതാണ്, ഇതുപോലത്തെ ചെറിയ ബോക്സ്. ഇത് കണ്ടോ, ഇതിന്റെ ഈ വലുപ്പത്തിലുള്ള ഇത് കണ്ടോ, ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോക്സ് ഈ വലുപ്പത്തിലുള്ള ഒരെണ്ണം മേടിച്ചാൽ മതി. അതിന് വലിയ വിലയൊന്നും ആയില്ല, 50 രൂപയ്ക്ക് ആവുള്ളൂ. എന്നിട്ട് ഇവിടെ അങ്ങ് തുളയിടണം, അല്ല ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് തുളയിടണം. ഇവിടെ താഴെ ചേർത്ത് തുളയിട്ടിട്ട് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കിയാൽ മതി. വേണമെങ്കിൽ ചൂട് പോകാൻ വേണ്ടി 2-3 തുളയും ഇട്ട് വിട്ടാൽ മതി. അങ്ങനെയും ചെയ്യാം, മറ്റേ PVC ചെയ്യാം. അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തു, കുഴപ്പമില്ല. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നുള്ളൂ. ഇപ്പം 2 എണ്ണത്തിന് ഞാൻ മുറുക്കാനുള്ള നട്ട് അതേ തന്നെ ഇട്ടേക്കാവേ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാനേ. ഇതിനും മറ്റേ നമ്മുടെ 2 രീതിയിലും ഇത് കൊടുക്കാം അല്ലേ? DC ഇൻപുട്ട് ഇതിനുണ്ട്, പക്ഷേ ഇല്ല, ഇതിന് ഒറ്റ DC ഉള്ളൂ. സാറിന് അതല്ലേ ഉള്ളൂ, അത് മതി, അത് കൊടുക്കാം. കൊടുത്താൽ മതി. ആ, ഇത് നമുക്ക് ഈ നട്ട് അഴിച്ചിട്ട് വേണം. ഈ നട്ട് അഴിച്ചിട്ട് വേണം തുള കയറ്റാൻ. എന്നിട്ട് അത് മുറുക്കാനുള്ള നട്ടായത്. ആ, ഇതിങ്ങനെ മുറുക്കാൻ വേണ്ടിയിട്ടേ ഈ ബോക്സിൻ്റെ അടിയിൽ നിന്ന് 4 സ്ക്രൂ ഇട്ടാൽ ഇത് ഫിക്സ് ആയിക്കോളും. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ TV ഒക്കെ നന്നാക്കാൻ വീട്ടിൽ മറ്റേ ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ചെറിയ സാധനം മാറിയാലും അവർ ചേട്ടാ തൊള്ളായിരം കേട്ടോ നമ്മളത് കൊടുക്കുമായിരുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ, അറിയാൻ മേലാത്ത ഒരാൾ തന്നെ വില പറയുന്നത്. ഇപ്പോൾ ചേട്ടൻ സാറ് വില അതിന് വില അതിന് 300 രൂപ മാറ്റി, ചിലപ്പോൾ അതിന് 10 രൂപ ആയിരിക്കും സാറ് പറയുന്നത് വില. പക്ഷേ നമുക്കങ്ങനെ ഒത്തിരി അബദ്ധം പറ്റും. പക്ഷേ സാറിനെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ പല തട്ടിപ്പുകളും മനസ്സിലായത്. ഇന്ന് നമ്മൾ തട്ടിപ്പുകാരുടെ ലോകമാണ്. ഇപ്പം ആരോട് പറയാം. ഇതിന് 4 കുഞ്ഞ് സ്ക്രൂ എടുത്താൽ മുറുക്കാം കേട്ടോ. അതിങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ നട്ടേ, മനസ്സിലായില്ലേ? ഇത് ഇപ്പം നമ്മൾ ആ പ്ലാസ്റ്റിക്കിൽ ഇത് വെക്കുവാണെങ്കിൽ ഈ നട്ട് ഇങ്ങനെ ഇട്ടിട്ട് വേണം നമുക്ക് ഇങ്ങനെ മുറുക്കാം. ഇങ്ങനെ ഈ സാധനം ഇങ്ങോട്ട് ഇടുക ഇതിലോട്ട്. അത് കാല് ഇത് നമുക്ക് ഇട്ടിട്ട് താഴെ നിന്ന് 4 സ്ക്രൂ കൊടുത്താൽ മതി ഇതേപോലോട്ട് മുറുകാൻ. പ്ലാസ്റ്റിക്കിലോട്ട് മുറുകാൻ. പ്ലാസ്റ്റിക് അല്ല, ഈ മെറ്റലോട്ട്. പ്ലാസ്റ്റിക്കിലോട്ട് ഈ മെറ്റൽ ഇത് മുറുകിയിരിക്കാം. അല്ലാതെ തന്നെ ഈ 5 എണ്ണം വരുമ്പോൾ തന്നെ മുറുകിയിരിക്കും. സ്പീക്കർ കറക്റ്റ് അല്ലാതെ ഉപയോഗിക്കരുത്, കാരണം ഇത് ഇച്ചിരി പവറുള്ള സാധനമാണ്. അത് ഓളിയോ ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ഐസി പോകാം. എന്നാലും ആ 4 സ്പീക്കറിന് നമുക്ക് ഏകദേശം വരും സാറേ. നമുക്കൊരു സബ്വൂഫറൊക്കെ നല്ലൊരു സബ്വൂഫറിനൊക്കെ ഒരു 500 രൂപ 600 രൂപ വരും. പിന്നെ സാധാരണ സ്പീക്കറിനൊക്കെ ഒരു 300 രൂപ 350 രൂപയൊക്കെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-2000 രൂപ. പക്ഷേ അതിന് പെട്ടിയാണ് ഇതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം. പെട്ടിക്ക് നല്ല വിലയാണ് ബോക്സിനെ.
ഒരു 8 ഇഞ്ച് ഊഫറും 6 ഇഞ്ചിൻ്റെ 2 സ്പീക്കറും മേടിച്ചാലും മതി ഇതിന്. അത് വാട്ട്സ് ഓംസും കറക്റ്റ് ഉള്ളത് മേടിക്കണം. അതെ, അല്ല അത് ഞാൻ എന്തൊക്കെയാലും സാറിന് ഇപ്പം ഇതിൻ്റെ സാറിനെ അറിയാം. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ 4 നട്ടിട്ടു. ഈ 4 നട്ടിട്ട് ഇങ്ങനെ ബോക്സിലോട്ട് ഇത് വെച്ചിട്ട് ഈ അടിയിൽ നിന്ന് 4 സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ അനങ്ങാതിരുന്നു. ആ, ഇനി ഇല്ലേലും അതിങ്ങനെ മുട്ടാതിരിക്കാൻ കണ്ടോ, ഇതിങ്ങനെയായി ഒരിടത്ത് മുട്ടുകയില്ല. പിന്നെ ഇത് നമുക്ക് ലൈനിന് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കൊടുക്കണേലുള്ള ഒരു വയറാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഓക്സിന് വേറെ സോക്കറ്റ് ഉണ്ട്, ബ്ലൂടൂത്തും ഉണ്ട്. ബ്ലൂടൂത്ത് അല്ലേ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇത് നോബ് നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മിനിമം ചെയ്ത് വെക്കുക, എല്ലാം മിനിമം ആക്കി വെക്കുക. എല്ലാം മിനിമം ആക്കി വെച്ചിട്ട് അല്ല മാക്സിമം വെക്കാം, അതായിരിക്കും നല്ല. മാക്സിമം വെച്ച് കഴിയുമ്പോൾ അങ്ങ് എൻഡിലേക്ക് കുത്തിയാൽ മതിയല്ലോ എല്ലാം. അപ്പോൾ ഇത് ഒരു ഫുള്ളാകുന്ന ഇത് കയറ്റുക. ഇതാ വര നോക്കി എല്ലാം ഒരേപോലെ വരുന്ന പോലെ, ഇത് എല്ലാം ഒരേപോലെ വരുന്ന പോലെ അങ്ങ് കൊടുത്താൽ മതി. ഇത് അപ്പോൾ നോബുമായി ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്താൽ ഓണാവും. ആ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കട്ടെ, ഇരിക്കും സാറേ. ഞാൻ സ്പീക്കർ ഇങ്ങോട്ട് തിരിച്ച് കണക്ട് ചെയ്തിട്ട് മറ്റേപ്പാട് തന്നെ കൊടുക്കുക. ഇവിടെ കൊടുക്കാം. ഇത് കണ്ടോ, ഇവിടെ DC ഉണ്ട്, മറ്റേ കൂടാതെ കേട്ടോ ഉണ്ട്. ഇത് നമുക്ക് ബാസ് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ റൈറ്റിൽ ഒരു സ്പീക്കർ കൊടുക്കാം. അതിന് ഏറ്റവും പോസിറ്റീവ് ഒക്കെ ഉണ്ടോ? ഉണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. ആ, എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓക്സിജൻ ഏതാ? ഓക്സിജൻ ഇതല്ലേ? ഇതിനും ബ്ലൂടൂത്ത് ഉണ്ടല്ലോ അല്ലേ? ബ്ലൂടൂത്തും ഉണ്ട്. ഓക്സിജൻ ഇത് കൂടാതെ നമുക്ക് ഇങ്ങനെ വയറിട്ടും കണക്ട് ചെയ്യാന്ന് പറഞ്ഞു, പുറത്തൊന്നും പിന്നില്ലാതെ. വേറെ ഏതെങ്കിലും ഓക്സിജന് പുറത്തേക്ക് ഒരു ബോർഡെ പിടിപ്പിക്കണമെങ്കിൽ ആ ഓക്സിജന് ഇങ്ങനെ 3 പിന്നുള്ള കിട്ടുമല്ലോ, അതിലോട്ട് കണക്ട് ചെയ്യാനുള്ള വയറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ ഇത് നേരിട്ട് കുത്തിയാൽ മതി. ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എൻ്റെ ഒരു സോണിയുടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ വീഡിയോ കാണുന്ന ആ സിസ്റ്റം ഇതുപോലെ നീല കളറായിപ്പോയി. അപ്പം ഞാൻ കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ഒരു അത് ഡിസ്പ്ലേ പോയതാണ് അറിയാമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ LED നീല കളറായിപ്പോയതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നീട് ഞാൻ ഏതോ ഒരു LGയുടെ TV വീണ്ടും ഇതുപോലെ നീല കണ്ടു. അതുകൊണ്ട് ഞാൻ കണ്ടതേ ബാക്ക് ലൈറ്റ് മാറിപ്പോ ജർമ്മനിയില്ല. അപ്പോൾ അവരോട് പറയുക അവിടെ ആരെയെങ്കിലും കാണിച്ച് എൻ്റെ ബാക്ക് ലൈറ്റ് മാറി തരാൻ പറയുക. ഇതിൻ്റെ പുറകിൽ LED ഉണ്ട്, ആ സ്ട്രിപ്പുകൾ. ഇതിപ്പോൾ 75 ഇഞ്ചാണേലും ഒരു 100 LED എങ്കിലും കാണും. അപ്പോൾ ഒരു 10 എണ്ണത്തിൻ്റെ 10 സ്ട്രിപ്പ് കാണും മിനിമം. ഞാൻ ഒരു ഏകദേശം ഊഹം പറയുക. 10 എണ്ണത്തിൻ്റെ 10 സ്ട്രിപ്പ് ഒരു 10,000-15,000 രൂപയൊക്കെ ആവും. അത് മാറിയ സെറ്റ് കഴിയും. 1,00,000 രൂപയ്ക്ക് മേളിൽ വിലയുള്ള സെറ്റല്ലേ. അത് ജർമ്മനിയിൽ തന്നെ നമ്മളത് ഡിമാൻഡ് ചെയ്താൽ ഈ ബാക്ക് ലൈറ്റ് പോയതാ, ബാക്ക് ലൈറ്റ് കളർ ചേഞ്ച് ചെയ്തതാ, ഒന്ന് മാറി തരാൻ പറഞ്ഞാൽ മതി. അവിടെ തന്നെ മാറി കിട്ടും. കാരണം അവർ കളയേണ്ട കാര്യമില്ല. കണ്ടു കഴിഞ്ഞ് പാനൽ പോയതെന്ന് പറയും, പാനൽ പോയതാണ് എന്ന് എല്ലാവരും പറയും. അതാണ് എക്സ്പീരിയൻസ്. അവൻ അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു ഇതില്ല, ഇത് LED സ്ട്രിപ്പ് പോയതാ എന്ന് അവൻ പറഞ്ഞു. എങ്ങനെയാ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ്. അവൻ അവിടെ ഇത് സ്ട്രിപ്പ് അതിന്റെ വില ഇതെല്ലാം അന്വേഷിച്ച് നോക്കി ഇത് മാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇത് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ അതാണ് അതൊന്ന് ചുമ്മാ നമ്മളങ്ങനെ ഒന്ന് പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ അറ്റം കണ്ടത് ഞാൻ പറഞ്ഞില്ലേ എന്നെ പോയതാന്ന്. കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നപ്പം മസ്റ്റേട്ടാകലെന്ന് പറഞ്ഞ പോലെ ഹാർട്ട് സർജറി ചെയ്യുന്ന ഡോക്ടർ കേരളത്തിലില്ലേ? എൻ്റെ പുള്ളിയുടെ വലിയ സ്ഥാനല്ലേടി പുള്ളി വളരെ നിസ്സാരമായിട്ടല്ലേ ഹാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ എന്തായാലും വേറെ ഡോക്ടർമാരുണ്ട് ചെയ്യുമോ? അങ്ങനെ എനിക്കിത് അനുഭവം ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയാം. ധൈര്യമായിട്ട് മാറിക്കും, ഒരു കുഴപ്പം വരികയില്ല.
ഇത് പിന്നെ 4K LED ആയിരിക്കും, അതായത് ഡ്രോപ്പ് LED എന്ന് പറയും. അതൊരു മാക്സിമം 10,000 രൂപ, അതിൽ കൂടുതൽ വരാൻ വഴിയില്ല. ആ 10,000 രൂപ നല്ലത്. അപ്പൊ അവനോട് നോക്കിയിട്ട് ഇതിനകത്ത് നോക്കി പറഞ്ഞ 20 യൂറോയാണ്. അപ്പം എത്രയാ വരും? 20 ആകുമ്പം അവിടെ എത്ര വില? 2,000 രൂപ ഒരെണ്ണത്തിന്. അതോ മൊത്തത്തിലാണ്? ഭയങ്കര ലാഭമല്ലേ? ആ 20 യൂറോ ആവുള്ളൂ. അപ്പം ഞാൻ മേടിച്ച് നോക്കാൻ പോവാ. കവനിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് ഒരാളുണ്ട് 20 രൂപ ഉള്ളെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ അയച്ച് മാറിക്കോളാൻ പറ. 1 2 3 5 സ്ട്രിപ്പ് ഉള്ളൂ ജെൻസി. അപ്പം 20 10 100 യൂറോ ആക്കി കിട്ടും. ഒരു സ്ട്രിപ്പിൻ്റെ വിലയായിരിക്കും 20 യൂറോ. അത് നോർമലാണ്. ഞാൻ ഏകദേശം പറഞ്ഞില്ല 10,000 രൂപ ആവുന്നു. അത്രേ ഉള്ളൂ. 5 സ്ട്രിപ്പ് കൂടെ 20 യൂറോക്ക് കിട്ടുവാണെങ്കിൽ മോളാം, ഭയങ്കര ലാഭം. പിന്നെ കുത്തിയാൽ മതി. മതി. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് നിങ്ങളൊരു ടെക്നീഷ്യൻ്റെ സപ്പോർട്ട് മേടിക്കുന്നതല്ല. കാരണം ഇത് 75 ഇഞ്ചാണ്. ഇത് നമ്മൾ പാനൽ അഴിച്ചു മാറ്റി ഈ പാനലിൻ്റെ അടിയിലാണ് ഇതിരിക്കുന്നത്. അപ്പം ഈ പാനൽ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ജയിപ്പിക്കല്ലേ വല്യത്താനെ തന്നെ ഒരു വല്യത്താൻ്റെ അടുത്ത് പോവുക, അല്ലെ LED മേടിക്കുക. LED മേടിച്ചിട്ട് പണി അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് സാറേ ഇതൊന്ന് മാറി തരാമെന്ന് ചോദിക്കുക. അതിൻ്റെ കൂലിയും കൊടുക്കുക. അതേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പാനൽ പൊട്ടിപ്പോവും. ചെയ്യാൻ പറ്റില്ല. ചെയ്തേക്കല്ല. LED അഴിക്കുക എന്ന് പറയുമ്പോൾ 75 ഇഞ്ചാകുമ്പോൾ 3 ഹുക്കെങ്കിലും പിടിപ്പിക്കണം. 3 ഹുക്കെങ്കിലും പിടിപ്പിച്ചിട്ട് 2 പേര് കൂടി വേണം ഇതെടുത്ത് മാറ്റാൻ. അല്ലെങ്കിൽ പൊട്ടിപ്പോവാം, അന്നേരം അടന്നു പോകും. പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന LED പുറത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന പോലെയല്ല, അഴിക്കുമ്പോൾ ഒരേ മോഡൽ തന്നെയാണേലും LED വ്യത്യാസം കാണും. LED ക്വാളിറ്റി മാറ്റം കാണും. മനസ്സിലായി. ശേഷം നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഇത്രയും ചെയ്താൽ മതി. അത് അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ ചെയ്താൽ ഈ സെറ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഇത്ര വർഷം വർക്ക് ചെയ്തോ അത്രയും വർഷം വർക്ക് ചെയ്യും. പുതിയ TV മാറേണ്ട കാര്യമില്ല. ഈ LED കംപ്ലൈൻറ്റ് LGക്ക് സർവ്വസാധാരണമായിട്ടുണ്ട്. ഓക്കെ. ഈ സ്പീക്കർ തന്നെ കേട്ടിട്ട് എന്താ ഈ സ്പീക്കർ തന്നെ കേട്ടിട്ട്. അതെ. അപ്പോൾ ജെൻസി നീ എടുക്കുമല്ലേ? ഇത് ഞാൻ ഓണാക്കട്ടെ? ഓണാക്കാൻ പോവാം. എൻ്റെ LED തന്നെ എന്തൊരു സ്റ്റൈല്. പഠിപ്പിക്കല്ലേ, സ്പീക്കർ അടിച്ചു പോവേ. ഇല്ല, ഇതെങ്ങനെ ഞെക്കുമ്പോൾ മോഡ് മാറും. ഇത് കണ്ടോ? ലൈനിങ് കൊടുക്കാൻ. ഇത് ലൈനിങ് ബ്ലൂടൂത്ത് മോഡ് ഞെക്കിയാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇവനെ നമുക്കൊന്ന് പെയർ ചെയ്യാം. Share 3169B connected. ഇനി ബാസ് പോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഈ സ്വിച്ച് കിട്ടാൻ ബാസ് കൂടും. എക്സ്ട്രാ ബാസ് സ്വിച്ചാണ്. ഇപ്പം നമ്മുടെ സബ് വൂഫർ ഇച്ചിരി വലുത് നല്ല ഇടി വേണമെന്ന് വിചാരിച്ചാൽ ഈ സ്വിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അതിൻ്റെ ഫ്രീക്വൻസി കൺട്രോളാണ്. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇരട്ടി ഇടിയാവും. അത് നമുക്ക് ബാസ് കൂടും. ബാസ് ബൂസ്റ്റാണ്. അങ്ങനെ ഒരു സ്വിച്ചും കൂടെ ഇതിനുണ്ട്, മറ്റേതില്ല. അപ്പോൾ അതാണ് ഇത്. നല്ല ക്വാളിറ്റിയാണെന്ന് മനസ്സിലായല്ലോ? സൂപ്പറാണെന്ന് മനസ്സിലായില്ലേ? മറ്റേലും ബെറ്റർ അല്ലേ? ഹലോ എത്ര ഇഞ്ചാ സാറേ? 43ക്ക് 15,000 രൂപ ആവും. ഒരു 12 രൂപ മുതൽ ഒരു 13, 14, 15 വരെയൊക്കെ മേടിക്കാം. ഓക്കെ. ഒറിജിനലിനുള്ള അത്ര വിലയെ. കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ഒരു 8,500 രൂപയ്ക്കൊക്കെ കിട്ടും. ഒറിജിനൽ ബോർഡിൻ്റെ വില ഞാൻ പറഞ്ഞു 15 വരെയൊക്കെ മേടിക്കാം. വാറണ്ടി ഉള്ളതിന്
അത് സാറേ പിന്നെ ഫിസിക്കൽ ഡാമേജ് ആണെങ്കിൽ ഒരിക്കലും നമുക്കത് മാറി കിട്ടിയല്ല. പൊട്ടിയതിന് കിട്ടിയല്ല. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ആ അത് കാര്യം ഒന്നും ഞങ്ങളുടെ അടുത്തില്ല. ഇല്ല. അപ്പോൾ അവരുടെ നിന്നായിരിക്കും അറിയാൻ മേലാത്ത മെക്കാനിക്ക് അഴിച്ചാൽ പൊട്ടാം. പിന്നെ പൊട്ടൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കിട്ടണമെന്നില്ല സാറേ. അകത്തിങ്ങനെ അതിന് പുറത്ത് കവറിങ് ഉള്ളതുകൊണ്ട് ഈ പൊട്ടിയത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്നും വരികയില്ല കേട്ടോ. ഇതെന്നായിരുന്നു സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്നായിരുന്നു? ഓണാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുകൊടുത്തത്. ഓണാകാത്തതിൻ്റെ പേര് പാനൽ പൊട്ടേണ്ട കാര്യമില്ല. ആ ഓണാവാതെ അവരെ വിളിച്ചിട്ടൊന്നും വരാതായപ്പോ ആ ഞങ്ങൾ ടി വി അങ്ങനത്തെ അതേ ബോർഡിന്ന് അങ്ങനെ തന്നെ ഊരിയെടുത്ത് അവിടെ ഞങ്ങൾ തുണിയൊക്കെ വെച്ചിട്ടാണ് അവിടെ കൊണ്ടുകൊടുത്തത്. ആ അപ്പൊ അവിടെ വെച്ച് അവര് ആദ്യം വാറന്റി തരില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായപ്പോ ഞങ്ങളോട് പറഞ്ഞ